ഹലോ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇത് ഇന്നത്തെ രാവിലത്തെ വീഡിയോ ആണേ. ഇത് സ്കൂൾ തുറക്കുക. ഇന്ന് രണ്ടുപേരെ അതിന് വിളിച്ചുണർത്തിയതാ. സാധാരണ അങ്ങനെ എങ്ങും വിളിച്ചുണർത്തി കഴിഞ്ഞാൽ എഴുന്നേക്കത്തേ ഇല്ല. നമ്മൾ വിളിച്ച് നമ്മൾ ഊപ്പാട് വരും. 10-15 മിനിറ്റ് വേണം ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇന്ന് വിളിച്ചപ്പോഴേ ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി പല്ലൊക്കെ എളുപ്പമൊന്ന് തേച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ടുപേരും ഇനി വന്ന്. രാവിലെ ദോശയായിരുന്നു, നെയ്റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അവർക്ക് നെയ്റോസ്റ്റാണ് ഇഷ്ടം. അതിനവർക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. അവർ അങ്ങനെ നെയ്റോസ്റ്റ് അങ്ങ് കഴിച്ചോളും. അങ്ങനെ രണ്ടുപേരും നെയ്റോസ്റ്റും ചായയും കൂടിയാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും സ്നാക്സും എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. അവനിനി 5ാം ക്ലാസ്സിലാണ്. അപ്പം നേരത്തെ പറയുമായിരുന്നു ക്ലാസ്സിലൊന്നും ആരും അങ്ങനെ കൊണ്ടുവരത്തില്ല അമ്മ, അതുകൊണ്ട് എനിക്ക് ടിഫിൻ വേണ്ട എന്ന് പറയും. അതുകൊണ്ട് അവന് വെക്കുന്നില്ല എന്ന് തീരുമാനിച്ച്. മോക്ക് നട്ട്സാണ് വെച്ചത്. കുറച്ച് ബദാം പരിപ്പും ക്യാഷും കുറച്ച് റൈസൻസും അത്രയും മാത്രമേ വെച്ചുള്ളൂ. അത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ വെച്ചിട്ടുള്ളൂ. സ്കൂളിൽ നിന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജങ്ക് ഫുഡ്സ് ഒന്നും പറ്റത്തില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സോ നട്ട്സോ മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. അതുകൊണ്ട് അതാ വെച്ചത്. ആക്കുന്നതിനെ സഹായിക്കാൻ ഭയങ്കര മിടുക്കായിരുന്നു. ഇനി നാളെ മുതൽ പറയാം അമ്മ എടുത്ത് വെച്ചാൽ മതിയെന്ന്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം അവൾ വെച്ചോളാം, അവൾ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചൊക്കെ യൂണിഫോമൊക്കെ ഇട്ടു. പിന്നെ ഒരുങ്ങി ഭഗവാന്റെ മുന്നിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച്, പുതിയ തുടക്കമല്ലേ രണ്ടുപേർക്കും. അങ്ങനെ വിളക്കുമുറിയിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ച് വന്നാൽ പിന്നെ പോകാനൊരുങ്ങിയത്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. രണ്ടുപേരും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറാൻ പോവുകയാണ്. ഇവിടെ വണ്ടി വരത്തില്ല, മെയിൻ റോഡിലേ വണ്ടി വരത്തുള്ളൂ. അപ്പം ഇവിടെ നിന്ന് ഒത്തിരിയൊന്നുമില്ല, ഒരിച്ചിരി അങ്ങോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി വണ്ടി വന്നു കഴിഞ്ഞ്. അതുകൊണ്ട് അവർ വണ്ടി കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ വണ്ടി സ്റ്റാൻഡ് വെച്ചപ്പോഴത്തേക്ക് അവർ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞ്. അങ്ങനെ അവർ വണ്ടി കയറി അങ്ങ് പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട് ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെയാണ് തോന്നിയത്. പിന്നെ അവരുടെ നല്ലതിന് വേണ്ടിയല്ലേ എന്നുള്ള ഒരു സന്തോഷം.